പടം ഒന്നും പറയണ്ട, പൊളിച്ചടിക്ക്. ഇങ്ങനത്തെ സൈക്കോ ഞാൻ കണ്ട പിച്ചക്കാരെ പോലും വെറുതെ വിടുന്നില്ല. ഈ പടത്തിൽ മമ്മൂടെ സൈക്കോ ഒന്നും സഹിക്കും. ഒരു ഇൻട്രോൾ പഞ്ച് ഉണ്ട്, നമ്മൾ രോമിണി ചെയ്യും. ക്ലൈമാക്സ് ഒക്കെ പൊളിച്ചടിക്കേട്ടാ. ആരും അഭിനയിക്കും അപ്പൊ ഇങ്ങനെ ഇതേപോലെ റോള് ഇപ്പോഴത്തെ നടമാട്ടം പറയും. ഇങ്ങനെ ഒന്ന് അഭിനയിക്കാൻ പറ. ഇത്ര സ്റ്റാർ വാല്യൂ ഇരിക്കുന്ന ആള് ഇതേപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യുന്ന വിനായകനും ഒന്നും പറയണ്ട. രണ്ടും മരണമാസം അടിപൊളി. ഞാൻ ഒന്നുകൂടെ കയറുന്നത്, പക്ഷെ ഞാൻ ഉറങ്ങിപ്പോ. എനിക്ക് നല്ല ഉറക്കമുണ്ട്. പാടം വെച്ചാൽ പാടം വേറെ ലെവലി. അടിപൊളി വെച്ചാൽ അടിപൊളി പടം. ആരും ചെയ്യത്തില്ല ഇങ്ങനെ റോള്. ആരെങ്കിലും ചെയ്യാൻ പറയാം. പകുതി മീശം പിടിച്ച റോട്ടേക്ക് റോടാം. ഇങ്ങനത്തെ റോള് ആരും ചെയ്യാൻ പറ. ഈ പ്രായത്തിൽ 73-ാം വയസ്സിൽ ഇങ്ങനത്തെ റോള് ചെയ്യാൻ പറ. ഇത്രയും മീശയും പിടിച്ചോളാം ഞാൻ. ഓർത്തും ചെയ്യത്തില്ല. എല്ലാവരും കുട്ടിയോടുള്ളവര് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അനങ്ങാതെ മത്തിലും പിടിച്ച് ഇങ്ങനെയൊക്കെ അഭിനയിക്കണ്ട. കണ്ടില്ലേ വിനായകൻ നായനാട് മമ്മൂട്ടി വില്ലൻ. അത് എന്ത് വില്ലൻ? സൈക്കോ പിച്ചക്കാരെ പോലെ ആള് വെറുതെ വിടുന്നില്ല. അണ്ടറോട് സാധാരണ എനിക്ക് ദേഷ്യമാണ്. മമ്മൂടെ കിട്ടെങ്കിൽ അണ്ടറേയും കൊടുക്കാനായി പോകുന്നത്. അതേപോലത്തെ ക്രൂരൻ, എന്ത് ക്രൂര കഥാപാത്രമാണ്. മലയാളത്തിൽ ഇങ്ങനെ വന്നിട്ടാണ്. ഇത്ര ക്രൂരമായിട്ട് പടം മലയാളത്തിൽ ആരും ചെയ്തിട്ടില്ല, വന്നിട്ടുമില്ല ആരും. മുമ്പ് ടീച്ചറെ പാലം ഞാനൊക്കെ ചെയ്യുന്ന പറയും. അവരൊന്നും ഒന്നുമില്ല. കണ്ട് ഇപ്പോഴത്തെ പിള്ളേരെ കണ്ട് പഠിക്കാൻ പറ. ഇനിങ്ങനെയാണ് 2-3 കാണുമെന്ന്. അത്രക്കും അടിപൊളി. ഒന്നും പറയാനില്ല.